ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും മാർക്കറ്റ് അപ്ഡേറ്റ്സിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. അങ്ങനെ ഇന്നും വീണ്ടും മാർക്കറ്റിൽ ഒരു സൈഡ് വേ റാലിയായിരുന്നു കാണാനുണ്ടായിരുന്നത്. 15,002 ഓപ്പണായ മാർക്കറ്റിൽ ഏകദേശം ഒരു ഫ്ലാറ്റായിട്ടുള്ളൊരു എൻഡിങ് തന്നെയാണ് ഇന്ന് റിപ്പോർട്ട് ചെയ്തത്. തുടർന്ന് 14,956 ഇന്ന് ട്രേഡ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. സെൻസെക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെയും ഒരു ഫ്ലാറ്റായിട്ടുള്ളൊരു എൻഡിങ് ആണ്. 35 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ മാത്രമാണ് റിപ്പോർട്ട് ചെയ്തത്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 47 പോയിൻറ്റ്സിൻ്റെ ഒരു ഗെയിനോട് കൂടിയാണ് എൻഡിങ് ഉണ്ടായിരുന്നത്. ഇനി ഇതുപോലെ തന്നെ സെക്ടർ വൈസ് മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ PSU ബാങ്ക്, അതേ തുടർന്ന് മീഡിയ, മെറ്റൽ ഇവരായിരുന്നു ടോപ്പ് പെർഫോമിംഗ് സെക്ടേഴ്സായിട്ട് നിന്നിട്ടുണ്ടായിരുന്നത്. PSU ബാങ്കിൽ ഏകദേശം 1.6% ഗെയിൻ റിപ്പോർട്ട് ചെയ്തു. അതുപോലെ തന്നെ മീഡിയയിൽ 1%, അങ്ങനെ മെറ്റലിൽ 0.8% ഗെയിൻ ആയിരുന്നു റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. റിയാലിറ്റി അതുപോലെ തന്നെ FMCG ഈ ഒരു സെക്ടറുകളായിരുന്നു ഇന്ന് ഏറ്റവും കൂടുതൽ ലോസ് അനുഭവിച്ചിട്ടുമുണ്ടായിരുന്നത്. ഇനി നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം UPL, ഗെയിൽ, L&T, ONGC, SBI ലൈഫ് ഇവരായിരുന്നു ടോപ്പ് പെർഫോമിംഗ് സ്റ്റോക്സ് ആയിട്ട് ഇന്ന് നിന്നിട്ടുണ്ടായിരുന്നത്. ഇനി അതുപോലെ തന്നെ മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പും നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഇന്നൊരു ലാർജ് ക്യാപ്പിനെ അപേക്ഷിച്ച് നല്ലൊരു ഗെയിൻ കാണാനുണ്ടായിരുന്നു. മിഡ് ക്യാപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ 0.3% ഗെയിനും സ്മോൾ ക്യാപ്പിൽ 0.4% ഗെയിനും റിപ്പോർട്ട് ചെയ്തു. ഇനി നമ്മൾ നിഫ്റ്റിയുടെ ഒരു ഡെയിലി ചാർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ബിയറിഷ് ക്യാൻഡിൽസ് ആണ് കാണാനുള്ളത്. ഇന്നും ഒരു ബിയറിഷ് ക്യാൻഡിൽ തന്നെയാണ് പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുമാത്രമല്ല, ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ഓരോ നല്ലൊരു ഗെയിൻ വരുന്തോറും ഈ ഒരു ലോങ് അപ്പർ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഓരോ നല്ലൊരു ഗെയിൻ വരുന്തോറും നല്ലൊരു സെല്ലിംഗ് പ്രഷർ വരുന്നതായിട്ടും കാണുന്നുണ്ട് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം. അതായത് മാർക്കറ്റിൽ ഇനി നമുക്ക് ഈ ഒരു നല്ലൊരു അപ് ട്രെൻഡ് പ്രതീക്ഷിക്കണം എന്നുണ്ടെങ്കിൽ ഏകദേശം 15,110 അതിനെയൊക്കെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു അപ്സൈഡുകൾ പ്രതീക്ഷിക്കാം. എന്നിരുന്നാലും നമുക്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 15,275 റേഞ്ചുകളായിരിക്കും ഇനി അടുത്തൊരു ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് സോണുകളായിട്ട് ആക്ട് ചെയ്യാനായിട്ട് നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾക്ക് നിഫ്റ്റിക്ക് ഒരു 14,860 ആ ഒരു റേഞ്ചുകളിലാണ് സപ്പോർട്ടുകൾ നിലനിൽക്കുന്നത്. അപ്പോൾ ആ ഒരു സപ്പോർട്ടിന് ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോവുകയാണെങ്കിൽ ഒരു കറക്ഷൻ മൂഡിനുള്ള സാധ്യതകളും നിഫ്റ്റിയിൽ നിലനിൽക്കുന്നുണ്ട്. എന്നിരുന്നാലും നമുക്ക് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു കൺസോളിഡേഷൻ സൈഡാണ് മാർക്കറ്റിൽ മൊത്തത്തിൽ പ്രിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈവൻ ഗ്ലോബൽ മാർക്കറ്റിൻ്റെ ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ സൈഡ് വേയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ നമുക്കൊരു കൺസോളിഡേഷനുള്ള സാധ്യതകളാണ് നിഫ്റ്റി ഇപ്പോൾ നമുക്കും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ബാങ്ക് നിഫ്റ്റീൻ്റെ ചാർട്ടിലേക്ക് വരികയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിലും നമുക്ക് 2 ദിവസങ്ങളായിട്ട് ഒരു കൺസോളിഡേഷൻ മോഡ് തന്നെയാണ് പ്രിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു അടുത്തൊരു ക്ലിയർ ഡയറക്ഷനൊന്നും നമുക്ക് ഇതുവരെയും കാണാനായിട്ട് സാധിക്കുന്നില്ല ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം. ഇപ്പോൾ സപ്പോർട്ട് സോൺസ് ആയിട്ട് ഏകദേശം 35,000 ഒരു സൈക്കോളജിക്കൽ റെസിസ്റ്റൻസുകൾ പറയുന്നു. അത് തുടർന്ന് 34,600 റേഞ്ചുകളായിരിക്കും അടുത്തൊരു സപ്പോർട്ട് സോൺസ് ആയിട്ട് ബാങ്ക് നിഫ്റ്റിക്ക് നിലനിൽക്കുന്നത്. അതേപോലെ തന്നെ റെസിസ്റ്റൻസ് സോണുകൾ നോക്കിക്കഴിഞ്ഞാൽ 36,000, അതുപോലെ തന്നെ 36,250 ആ റേഞ്ചുകളിലായിരിക്കും ഇനി അടുത്തൊരു ഇമ്മീഡിയറ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസ് സോണുകൾ ബാങ്ക് നിഫ്റ്റിക്കും നിലനിൽക്കുന്നത്. ഇനി അതല്ല, നമ്മൾ ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട ഗ്ലോബൽ മാർക്കറ്റ് കണ്ടീഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ഇന്നത്തെ US ഫ്യൂച്ചേഴ്സൊക്കെ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു ട്രേഡിംഗ് ആണ് കാണുന്നത് വിത്ത് നെഗറ്റീവ് ബയാസ്. ഇനി അതുപോലെ യൂറോപ്യൻ മാർക്കറ്റുകൾ നോക്കിക്കഴിഞ്ഞാലും ഫ്ലാറ്റ് ട്രേഡിംഗ് ആണ് ഇത് ഈ സമയത്ത് കണ്ടുവരുന്നത്. ഏഷ്യൻ മാർക്കറ്റ് മിക്സ്ഡ് ട്രെൻഡിൽ ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നു. SGX നിഫ്റ്റി ബോർഡറിലാണ് ട്രേഡ് ആവുന്നത്. ഇനി അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് FIIൻ്റെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്തു നിന്ന് 1,500 കോടിക്കടുത്തുള്ളൊരു നെറ്റ് വിത്ഡ്രോവൽ ക്യാഷ് മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്തുനിന്ന് ഒരു ബൈയിങ് ആണ്. 483 കോടിയുടെ നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ക്യാഷ് മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. രൂപയുടെ മൂല്യത്തിലും ഡോളറിൻ്റെ അഗേൻസ്റ്റായിട്ട് 24 പൈസയുടെ ഇടിവ് റിപ്പോർട്ട് ചെയ്തു. 73.25 ട്രേഡ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു ഗ്ലോബൽ മാർക്കറ്റിൻ്റെ ട്രെൻഡും രൂപയുടെ മൂല്യവും ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ടിവിറ്റി എല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴും ഒരു സപ്പോർട്ടീവായിട്ട് കാണുന്നില്ല. ഒരു സൈഡ് വേ റാലി തന്നെയാണ് പ്രിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു സാധ്യതകളായതുകൊണ്ട് ഇപ്പോൾ നമുക്കൊരു ലോങ് പൊസിഷൻസൊക്കെ ഈ ഒരു സമയത്ത് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യുന്നതായിരിക്കും നന്നായിട്ടുണ്ടാവുക. അന്നത്തെ ഓരോ ദിവസത്തെ ഒരു ട്രെൻഡിനനുസരിച്ച് ട്രേഡ് എടുത്ത് ക്ലോസ് ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് കുറച്ചൊന്ന് നന്നായിട്ടുണ്ടാവുക. ഏതായാലും മാർക്കറ്റിലൊന്ന് കോഷ്യസായിട്ട് വാച്ച് ചെയ്യുക. നമുക്ക് അടുത്തൊരു മാർക്കറ്റിൻ്റെ ഒരു ട്രെൻഡിൽ നിന്നുള്ള ബ്രേക്കൗട്ടുകളായിരിക്കും അടുത്ത ഡയറക്ഷൻ നമുക്ക് സൂചിപ്പിക്കാനായിട്ട് ഈ ഒരു സമയത്ത് ഉള്ളത്. ഇനി അടുത്തായിട്ട് പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ UPLൻ്റെ സ്റ്റോക്ക് നിങ്ങളൊന്ന് ട്രാക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം ഒരു ബ്രേക്കൗട്ടിനുള്ളൊരു സാധ്യതകൾ ഈ ഒരു സ്റ്റോക്കിൽ നിലനിൽക്കുന്നുണ്ട്. ഈ സ്റ്റോക്കിൻ്റെ ഒരു ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ കുഴപ്പമില്ലാത്തൊരു ചാർട്ട് തന്നെയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഏതായാലും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു അനാലിസിസ് നടത്തുക. നാളത്തെ ഒരു മാർക്കറ്റ് ട്രെൻഡ് നോക്കി നമുക്ക് ഏകദേശം 636-37 മുകളിൽ ബ്രേക്കൗട്ടുകൾ കിട്ടിക്കഴിഞ്ഞാൽ ഒരു പോസിബിലിറ്റി UPLൽ നിലനിൽക്കുന്നുണ്ട്. ഇനി അതുപോലെ ബാക്കിയുള്ള സ്റ്റോക്കുകളൊക്കെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു അനാലിസിസ് നടത്തുക. നമുക്ക് ഏതായാലും ഇപ്പോൾ മാർക്കറ്റിൻ്റെ ഒരു ട്രെൻഡ് ഇങ്ങനത്തെ ഒരു സൈഡ് വേയിൽ പോകുന്നത് കൊണ്ട് നമുക്കങ്ങനെ ഒരു കൃത്യമായിട്ടുള്ളൊരു ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഈ സമയത്ത് സാധിച്ചു എന്ന് വരത്തില്ല. അതുകൊണ്ട് തന്നെ ഓരോ ദിവസത്തെ മാർക്കറ്റിൻ്റെ ട്രെൻഡ് അനുസരിച്ച്
സ്റ്റോക്കുകൾ ട്രേഡ് ചെയ്ത് ക്ലോസ് ചെയ്യുന്നതായിരിക്കും സേഫായിട്ട് ഉണ്ടാവുക. ഇനി അടുത്തായിട്ട് ജസ്റ്റ് ഡയലിനെ സംബന്ധിച്ചിടത്തോളം അവർ സ്റ്റാർ ഇന്ത്യയുമായിട്ട് ഒരു അഡ്വർടൈസ്മെൻറ്റ് എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിരിക്കുന്നു. ഇനി വരാൻ പോകുന്ന ഈ ഏപ്രിൽ മെയ് മാസം വരാൻ പോകുന്ന IPL കോ പ്രസൻറ്റിംഗ് സ്പോൺസറായിട്ട് ഒരു അഡ്വർടൈസ്മെൻറ്റ് എഗ്രിമെൻ്റാണ് സൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ന്യൂസ് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് ജസ്റ്റ് ഡയലിൻ്റെ സ്റ്റോക്കിൽ നല്ലൊരു റാലി കാണാനായിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ വരും ദിവസങ്ങളിലും ഒന്ന് ഫോക്കസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഒരുപക്ഷെ നമുക്ക് ഒരു ബ്രേക്കൗട്ടുകളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഒരു ട്രേഡിംഗ് പോസിബിലിറ്റി ഒരുപക്ഷെ ജസ്റ്റ് ഡയലിൽ കിട്ടിയെന്ന് വരാം. ഇനി അതുപോലെ തന്നെ ടാൽബ്രോസ് ഓട്ടോമോട്ടീവ് കമ്പോണൻസ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഏകദേശം 304 കോടിക്കടുത്ത് വർത്ത് ചെയ്യുന്ന ഒരു ഓർഡറുകൾ വിൻ ചെയ്തതായിട്ട് അപ്ഡേറ്റുകളിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇനി അടുത്തതായിട്ട് മാരിക്കോയെ സംബന്ധിച്ചിടത്തോളം അവർ ഇൻസ്റ്റൻറ്റ് നൂഡിൽ ബിസിനസ്സിലേക്ക് എൻ്റർ ചെയ്യാൻ പോകുന്നു, അതിനിടയിൽ പ്ലാൻ ചെയ്യുന്നു എന്നൊരു അപ്ഡേറ്റുകൾ ഇന്നൊരു ആർട്ടിക്കിൾ കാണാനുണ്ടായിരുന്നു. അപ്പോൾ ഇവർക്ക് ഒരു പ്രധാനപ്പെട്ട കോമ്പറ്റീറ്റേഴ്സായിട്ട് ഇപ്പോൾ ഈ ഒരു മാർക്കറ്റിൽ നിലനിൽക്കുന്നത് നെസ്ലെ, ITC ഇങ്ങനെയുള്ളവരാണ്. അപ്പോൾ അവരുമായിട്ടുള്ളൊരു കോമ്പറ്റീഷനിലേക്ക് ഇറങ്ങാൻ പോകുന്നു എന്നാണ് ആർട്ടിക്കിളുകളിൽ കാണിച്ചിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് Easytrip പ്ലാനേഴ്സിൻ്റെ IPO ഇന്ന് Day 1 ആയിരുന്നു. Day 1 തന്നെ നല്ല റെസ്പോൺസാണ് അവർക്ക് മാർക്കറ്റിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ 2.33 മടങ്ങിൻ്റെ സബ്സ്ക്രിപ്ഷനാണ് അവർക്ക് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ റീറ്റെയിൽ പോർഷൻ മാത്രം എടുത്തു കഴിഞ്ഞാൽ 12.6 മടങ്ങിൻ്റെ സബ്സ്ക്രിപ്ഷനും ഉണ്ടായിരിക്കുന്നു. അപ്പോൾ നല്ലൊരു റെസ്പോൺസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു IPO അനലൈസ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തായിട്ട് ലക്ഷ്മി ഓർഗാനിക് ഇൻഡസ്ട്രീസ് ഇവരുടെ 600 കോടിയുടെ IPO മാർച്ച് 15-ാം തീയതി ഓപ്പൺ ആകാൻ സാധ്യതയുണ്ട് എന്നൊരു ആർട്ടിക്കിൾ മണി കൺട്രോളിൽ കണ്ടിട്ടുണ്ടായിരുന്നു. മാർച്ച് 15 മുതൽ 17-ാം തീയതി വരെയാണ് സബ്സ്ക്രിപ്ഷൻ വിൻഡോയായിട്ട് ഈ ഒരു സമയത്ത് കാണിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു IPO നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു അനാലിസിസിനായിട്ട് എടുക്കുന്ന കാര്യം ശ്രദ്ധിക്കുക. ഇവരുടെ RHP ഫയലൊക്കെ തീർച്ചയായിട്ടും സെബിയുടെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു അനാലിസിസ് നടത്തി കണ്ടെത്തുന്ന കാര്യങ്ങളൊക്കെ കമൻറ്റ് വഴിയായിട്ടൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണെന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളായിട്ടുള്ളത്. തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ മാർക്കറ്റിൻ്റെ ട്രെൻഡൊക്കെ ഒന്ന് വാച്ച് ചെയ്തതിന് ശേഷം നമുക്കൊരു ക്ലിയർ ഡയറക്ഷൻ, ഏകദേശം ഒരു ഡയറക്ഷൻ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് ശേഷം മാത്രം നമുക്ക് അടുത്തൊരു പോസിബിലിറ്റീസ് അല്ലെങ്കിൽ അടുത്തൊരു പൊസിഷനിലേക്ക് പോകുന്നതായിരിക്കും സേഫായിട്ടുണ്ടാവുക. അപ്പോൾ അതുവരെ കൺസോളിഡേഷൻ മൂഡാണ് തുടരുന്നതെങ്കിൽ, സൈഡ് റാലിയാണ് തുടരുന്നതെങ്കിൽ നിങ്ങളുടെ പ്രോഫിറ്റ് എക്സ്പെക്റ്റേഷനൊക്കെ അതിനനുസരിച്ച് പ്ലാൻ ചെയ്യുന്ന കാര്യം ശ്രദ്ധിക്കുക. കാരണം നമുക്ക് ഒരുപാട് ഗെയിനൊന്നും ഈ ഒരു കൺസോളിഡേഷൻ ടൈമിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതേ തുടർന്ന് നിങ്ങളുടെ ട്രേഡുകൾ പ്ലാൻ ചെയ്യുന്ന കാര്യവും ശ്രദ്ധിക്കുക. അപ്പോൾ പുതിയ അപ്ഡേറ്റ്സ് ഒക്കെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദിസ് ഈസ് ടോണി സൈനിങ് ഓഫ്.